കാട്ടിൽ വനാന്തരങ്ങൾക്കകത്ത് ഒരാന ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുക. വനാന്തരങ്ങൾക്കകത്ത് ആന ഇങ്ങനെ നിരന്തരം കാട്ടിൽ കൂടെ പോകുന്ന പാതകൾ മനസ്സിലാക്കി ആന പോകുന്ന സ്ഥലത്ത് പ്രത്യേകമായ ചില കുഴികളൊക്കെ കുഴിച്ച്, ചില പലകയൊക്കെ ഇട്ട്, ചില പ്രോസസ്സൊക്കെ ചെയ്ത് കുഴിയാണെന്ന് അറിയാത്ത രീതിയിൽ ക്രമീകരിച്ചു വെക്കും. ആന നിരന്തരം സഞ്ചരിക്കുന്ന പാതയിലൂടെ ആന കാട്ടിലൂടെ വരികയും ആന ഈ കുഴിക്കകത്ത് അകപ്പെടും. കുഴിക്കകത്ത് അകപ്പെടുന്ന ആനെ കുഴിക്കകത്തിട്ട് ചില മാസങ്ങളോളം സിറ്റി ആന, റൈറ്റ് ആന എന്നൊക്കെ പറഞ്ഞ് ചില ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ആനയെ നാട്ടിലേക്ക് കൊണ്ടുവരും. നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ആനയെ കൊണ്ട് കമ്പ് പോലിരിക്കുന്ന ആളുകളൊക്കെ കൊണ്ട് സ്തോത്രം നമ്മുടെ വീട്ടിലെ തെങ്ങ് വലിച്ച് കയറ്റിക്കും, ആഞ്ഞിലി വലിക്കും, ലോറി വലിക്കും, ടെമ്പോ വലിക്കും. നമ്മുടെ ഭാഷ പറഞ്ഞ ആനയ്ക്ക് ഒരു ദിവസം ഒരു അഭിഷേകം ഇറങ്ങും. ആനയുടെ ഭാഷ പറഞ്ഞ ആനയ്ക്ക് ഒരു മതം അങ്ങോട്ടുള്ള പ്രാന്തം അങ്ങോട്ടുള്ള സ്തോത്രം. നമ്മുടെ ഭാഷയിൽ അഭിഷേകം ഇറങ്ങിയാൽ ആനയുടെ ഭാഷ പ്രാന്തളകിയാൽ അതുവരെ തന്നെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന ആ പാപ്പാനെ പൊക്കിയെടുത്ത് ചുരുട്ടിയെടുത്ത് കാലിനടിയിലിട്ട് ചവിട്ടി ഓട്ടും. അന്നേരം നമ്മൾ പത്രത്തിൽ വായിക്കുന്നിടത്ത് രഘുവാനെ പാപ്പാനെ ചവിട്ടിക്കൊന്നു. ഈ പാപ്പാനെ കീഴ്പ്പെടുത്തുവാനുള്ള ബലം നേരത്തെ ആനയ്ക്കുണ്ടായിരുന്നു. ആനയുടെ ശക്തി തിരിച്ചറിഞ്ഞാൽ പാപ്പാൻ തൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന പോലെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച എൽ ശദായിയായ ദൈവത്തിൻ്റെ അധികാരം, നാവിലുള്ള ദൈവത്തിൽ കടഭാരമിട്ട് രോഗമിട്ട് പോരാടുമ്പോൾ ഇന്ന് പകൽ ചിലതൊന്ന് തിരിച്ചറിയണം. എനിക്കൊരു അധികാരമുണ്ട്. കീഴടങ്ങടാ, എൻ്റെ വീട്ടിൽ കീഴടങ്ങടാ, എൻ്റെ പട്ടണത്തിൽ കീഴടങ്ങടാ. ഈ പട്ടണത്തിൽ പറയാൻ ചിലരുണ്ടെങ്കിൽ ചെയ്യാനൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നു. ഒരു പിശാചും നിന്നോട് ഒരു ദോഷവും ചെയ്യത്തില്ല.